ഡ്രൈവറുകൾ സർ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 3 to 4 years ആയിട്ടുള്ള ഒരു 5-6 പ്രാവശ്യമായിട്ട് അനൗൺസറിന്റെ നേതൃത്വത്തിൽ വന്നു പോയിട്ടുണ്ട്. പല ഏരിയയിലും അണ്ടർ പെടാത്ത സ്ഥലങ്ങൾ അനൗൺസറിന്റെ ആൾക്കാരെ കണ്ടുപിടിച്ച് അവർക്ക് ഒരു ശരിക്കും പറഞ്ഞാൽ അവരുടെ ഏറ്റവും അതുകൊണ്ട് അവർ ഈ പിള്ളേരെ സ്കൂളിൽ വിടാൻ പറ്റുന്ന സിറ്റുവേഷൻ. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആ കുട്ടിക്ക് എല്ലാ പേരൻസ് ഉള്ളപ്പോൾ അവൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. അവർ ചിന്തിക്കും നമ്മുടെ എല്ലാ പ്രിവിലേജാണ്. പ്രിവിലേജ് അല്ലാതെ ഇങ്ങനെയൊക്കെയുള്ള ഒരു സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ ഒരു വഴികാട്ടി നമ്മുടെ പൈപ്പിൽ തന്നെ ഒരു ഞങ്ങൾക്കുള്ളിൽ തന്നെ ഞങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ അനുസറാണ്. അത് മലയാളികളുടെ ഒരു ആവശ്യം പൈസ വെക്കുന്ന ബുദ്ധിമുട്ടാണ്. തന്നെ ഇറക്കിയിട്ടാണ് താഴ്ത്തിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള പല ആൾക്കാരോട് ഈ ഒരു ഇനിഷ്യേറ്റീവ് ശരിക്കും പറഞ്ഞാൽ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യണമെന്ന് അറിയില്ല. ബട്ട് ഡയറക്ട്ലി ഇത്തിരി എഫേർട്ട് ഉണ്ട്. ഇത് സാധനങ്ങൾ കിട്ടണം, കറക്റ്റായിട്ട് ആ റിക്വയർമെന്റ് ഫോളോ അപ്പ് ചെയ്യണം, അതിലൂടെ ഇത് ഫോളോ അപ്പ് ചെയ്യണം. പക്ഷെ അത് ആരും അറിയില്ല. വസ്തു കൊടുത്തു പുറത്തു നോക്കുമ്പോൾ ആൾക്കാർ ട്രിപ്പ് പോകാൻ നെഗറ്റീവ് സൈഡ് ചിന്തിക്കാം. പക്ഷെ ഇതിനെ ഭയങ്കര അപ്പൊ അതിനെന്തായാലും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. പക്ഷെ അതിന് വളരെ അതുപോലെ ഇവിടുത്തെ പഠിച്ചു വരുന്ന പിള്ളേർ ഇതുവരെ സാധനം പോകും പറയാതെ ഇതൊരു ചെയിനാണ്, ഞങ്ങളൊരു ചെയിൻ ഉണ്ടാക്കി അടുത്ത ചെയിൻ അടുത്തുള്ളവർ അതേപോലെ സപ്പോർട്ട് സാറ് സപ്പോർട്ടീവ് ആയിട്ട് ഗോൾഡ് ആയിട്ട് ഒരു ഞങ്ങൾക്ക് വെള്ളം ഇങ്ങനെയൊക്കെ എല്ലാവരും ചെയ്യാറ് ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് സാറിന്റെ ഒരു ആ കാണുന്നതിന് അറിയാം. ഇവിടെ പഠിക്കുന്ന പിള്ളേർ നല്ലൊരു ഫ്യൂച്ചർ, നല്ലൊരു സിറ്റിസൺസ് ആയിട്ട് ഈ സൊസൈറ്റിക്ക് ഒരു മാതൃക. താങ്ക് യു.